നിയമസഭയിലെ EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയത്തിനായി സർക്കാർ ചെലവഴിക്കുക 2.25 കോടി. 6 വർഷം മുൻപ് 82 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയുടെ എസ്റ്റിമേറ്റാണ് 2.25 കോടിയിലെത്തിയത്. സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കും മുൻപ് പദ്ധതി പൂർത്തിയാക്കാനുള്ള നീക്കം സാമ്പത്തിക പ്രതിസന്ധി അവഗണിച്ചാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ആശമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനില്ല, അവിടെ CPO വനിതാ ഉദ്യോഗസ്ഥർ ആകാനുള്ള കാത്തിരിപ്പിൽ ആ ഒരു സ്വപ്നം പൊലിയുമെന്ന പേടിയിൽ കുറേ പേർ സമരമിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾക്കൊന്നും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, ഒന്നുമില്ല എന്ന നിലവിളിയാണ് എപ്പോഴും കേൾക്കാറ്. പക്ഷേ ഇപ്പോൾ 82 ലക്ഷം രൂപ വകയിരുത്തിയ ഒരു പദ്ധതിക്ക് 2.25 കോടി ചെലവാക്കാൻ തീരുമാനിക്കുന്നു, അതും എത്രയും പെട്ടെന്ന്. വിവരങ്ങൾ. കൃഷ്ണരാജ, സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന കാലത്താണ് 2019 ഇങ്ങനെ നിയമസഭയിൽ അന്നുണ്ടായിരുന്ന കുട്ടികളുടെ ലൈബ്രറിയൊക്കെ പൊളിച്ച് അവിടെ ഒരു EMSന്റെ സ്മൃതി മണ്ഡപം എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നതെന്ന്. ഇതിനുവേണ്ടി 82 ലക്ഷം രൂപ വകയിരുത്തിയാണ് ആദ്യത്തെ ഉത്തരവ് വരുന്നത്. അതിനുശേഷം പിന്നീട് അത് സംബന്ധിച്ച് ചില വിവാദങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കാൻ പാർട്ടി ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനെ ഏൽപ്പിച്ചതും അതിനുള്ള യോഗ്യത അല്ലെങ്കിൽ പരിചയസമ്പന്നതയൊന്നും ഇയാൾക്കില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ വന്നു. പിന്നീട് പദ്ധതി ഏതാണ്ട് നിലച്ച മട്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി അവസാന കാലത്താണ് വീണ്ടും ഈ പദ്ധതി പൊടിതട്ടി എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണുന്നത്. ഇതിനു മുൻപ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു 45 ലക്ഷം രൂപ സർക്കാർ ഈ അധിക ഫണ്ടായി ഈ പദ്ധതിക്ക് അനുവദിക്കുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ട്രഷറി നിയന്ത്രണത്തിലടക്കം ഇളവ് വരുത്തിക്കൊണ്ട് ഈ അധിക ഫണ്ട് സർക്കാർ അനുവദിച്ചത്. എന്നാൽ മാർച്ച് 19 നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം, ഈ ലഭിച്ച 45 ലക്ഷം രൂപ എന്നുള്ളത് പദ്ധതിയുടെ 20% വരുന്ന ആദ്യ ഗഡു മാത്രമാണെന്നുള്ളതാണ്. അതായത് 20% എന്ന് പറയുന്ന 45 ലക്ഷം രൂപ 20% ആകുമ്പോൾ പദ്ധതിയുടെ ആകെ എസ്റ്റിമേറ്റ് 2.25 കോടിയാണെന്നാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഉത്തരവിലൂടെ അത് വ്യക്തമാകുന്നത്. അതായത് 6 വർഷം മുൻപ് 82 ലക്ഷം രൂപ വകയിരുത്തി ആരംഭിച്ച പദ്ധതിയുടെ എസ്റ്റിമേറ്റ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് അത് ഏതാണ്ട് 2 കോടിയായി 2.25 കോടിയായി 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ പോയിരിക്കുകയാണ്. ഇതിന് പിന്നിലുണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ EMS സ്മൃതി ഡിജിറ്റൽ ലൈബ്രറിയുടെ പദ്ധതികൾ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ വേണ്ടി CPM നടത്തിയ ഒരു ഇടപെടലാണ്. CPM വളരെ ഈ വർഷം ആരംഭത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ സ്മൃതി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പിന്നാലെ സ്പീക്കർ N. ഷംസീർ ഇതിനായി അധിക തുകയെ അനുവദിക്കണമെന്നുള്ള ഒരു കത്ത് സർക്കാരിന് കൈമാറുന്ന സാഹചര്യമുണ്ടായി. ഈ കത്തിന് വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ അംഗീകാരം നൽകിക്കൊണ്ടാണ് ഈ 45 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്ന തുക ഇപ്പോൾ ഈ നിർമ്മാണത്തിന് കൈമാറാനുള്ള ഒരു ഉത്തരവാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ ഏതാണ്ട് 12 മാസം മാത്രം ബാക്കി നിൽക്കുന്നു. അതിനുള്ളിൽ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കേണ്ടതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത സർക്കാരിന്റെ കാലത്ത് ഇത് എതിർ പാർട്ടിയാണെങ്കിൽ മറ്റൊരു സർക്കാരാണ് വരുന്നതെങ്കിൽ ഈ പദ്ധതി നടപ്പിലാകില്ല എന്നുള്ളൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPM-ൽ പ്രത്യേക താല്പര്യം ഈ പദ്ധതിക്ക് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ 3 ഇരട്ടി തുകയിലേക്ക് എസ്റ്റിമേറ്റ് തുക എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 82 ലക്ഷം എന്ന് പറയുന്നത് തന്നെ ഒരു ഇടത് നേതാവിന് സ്മാരകമൊരുക്കാൻ വലിയ തുകയാണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. ഇപ്പോൾ 6 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 2.25 കോടിയിൽ എത്തി നിൽക്കുമ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്ക് പറഞ്ഞ വകുപ്പുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സർക്കാർ, സംസ്ഥാനത്ത് സാമ്പത്തിക വ്യയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ, ആശാവർക്കർമാർക്കും ഈ പറയുന്ന CPO ജീവനക്കാർക്കും അല്ലെങ്കിൽ CPO ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ ജോലിയും വേതനവും ഒക്കെ നൽകുന്നതിന്റെ വേണ്ടി അല്ലെങ്കിൽ അതിനെതിരെ അല്ലെങ്കിൽ അതിൽ കൃത്യമായ സമീപനം സ്വീകരിക്കാത്ത സർക്കാർ, പല സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പല പദ്ധതികളും 50% വെട്ടിക്കുറയ്ക്കുന്ന നിലപാട്. നിയമസഭയിലെ EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയത്തിനായി 82 ലക്ഷം രൂപ ചെലവഴിക്കാനാണ് ഇരുന്നത്. അതിപ്പോൾ വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന ഈ സമയത്ത് ധൂർത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി 2.25 കോടി രൂപയാക്കി മാറ്റുന്നു, അത് ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. സാമ്പത്തിക പ്രതിസന്ധി എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരം ധൂർത്തുകൾ തഥൈവ തുടരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.